نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين فيا خسارة نفس في تجارتها لم تستر الدين بالدنيا ولم تسمي ومن يبع آجلا منه بآجله يبن له الغبن في بيع وفي سلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الله ആദരണീയരായ സാദാത്തുക്കൾ ഉലമാക്കൾ ഉമറാക്കൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ അനുസ്മരിക്കുന്ന അതിനോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ വേദിയിലാണ് നാം സംഗമിച്ചത്. അല്ലാഹു ഈ മജ്ലിസും ഇവിടെ നടക്കുന്ന എല്ലാ മജ്ലിസുകളും എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും സംഭാവനകളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരിക്കുന്നതിന് മുമ്പ് മുന്നിൽ കസേര ഉണ്ടോ എന്ന് നോക്കി, മുന്നിൽ കസേര ഉണ്ടെങ്കിൽ മുന്നിലെ കസേരയിൽ കയറി ഇരിക്കുക. മുന്നിൽ എൻ്റെ മുന്നിൽ ഇനി ഒരൊറ്റ കസേരയും ഇല്ല എന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഇരിക്കാവുന്നതാണ്. നല്ല ചൂടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ള മഴയും തണുപ്പുമെല്ലാം നൽകുമാറാകട്ടെ. മഹാനായ ഇമാം
മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരി എന്ന പ്രയോഗം സയ്യിദന്മാരിൽ പലർക്കും ബുഖാരി എന്ന പ്രയോഗം ഉണ്ട്. അതാണല്ലോ ഇസ്മായിലുൽ ബുഖാരി എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ധാരാളം സയ്യിദന്മാർ ബുഖാരി എന്ന പേരിൽ സയ്യിദ് കുടുംബത്തിലായി അറിയപ്പെടുന്നവർ ഉണ്ട്. ഈ പരിപാടി തന്നെ അവസാനത്തിൽ ബദ്റുസ്സാദാത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി എന്ന് ഞാനിപ്പോൾ ഈ നോട്ടീസിൽ വായിച്ചു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാർ. അങ്ങനെ ധാരാളം സയ്യിദന്മാർ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും യമനിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സയ്യിദന്മാർ ഈ പരിപാടിയുടെ തുടക്കത്തിൽ മറ്റൊരു സയ്യിദന്മാരുടെ പരമ്പരയായ ജിഫ്രി കുടുംബത്തിൽ നിന്നുള്ള ഒരു മഹൽ വ്യക്തിയായ മുത്തുക്കോയ തങ്ങൾ അവർ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോട്ടീസിൽ അങ്ങനെ പേര് കണ്ടു. അങ്ങനെ സയ്യിദന്മാരുടെ പേരിനോട് ചേർത്ത് ബുഖാരി എന്ന വാചകം നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട്. ചിലപ്പോ അത് നസബ അഥവാ കുടുംബബന്ധം മുഖേന ബുഖാരി എന്ന പേര് വരുന്നതാണ്, അവരുടെ പരമ്പര വകുപ്പിൽ വരുന്നത്. ചിലപ്പോ നിസ്ബ, നസബയല്ല നിസ്ബ. അങ്ങനെയാണ് ഇപ്പോ കുണ്ടോട്ടിയിൽ വെച്ച് ബിരുദമെടുത്ത് ഇറങ്ങുന്ന, കുണ്ടോട്ടിയിൽ നമ്മുടെ ബുഖാരി കോളേജുണ്ട്. അവിടുന്ന് ബിരുദമെടുത്ത് ഇറങ്ങുന്നവർക്ക് ബുഖാരി എന്ന് പറയും. നമ്മുടെ സിറാജുൽ ഹുദയിൽ തന്നെ കുറെ ബുഖാരികളുണ്ട്. അവരും തങ്ങന്മാരല്ല. അവർ ആ കോളേജിലേക്ക് ചേർത്ത് പറയുന്ന ഏതുപോലെ സഖാഫ് എന്ന പേരിൽ സയ്യിദന്മാരിൽ ഒരു കുടുംബം ഉണ്ട്. സഖാഫ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുറ്റ്യാടിയിലെ ത്വാഹാ തങ്ങൾ സഖാഫ് പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ചിലപ്പോൾ അറബികളോടൊക്കെ നിങ്ങൾ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കും ഇയാളൊരു തങ്ങളാണ്. അങ്ങനെ ഒരു ബിരുദം കിട്ടൂലല്ലോ. തങ്ങൾ ബിരുദം എന്നാൽ അങ്ങനെ ബിരുദമില്ലല്ലോ. അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കും. അത് സഖാഫ് എന്ന നബി കുടുംബത്തോട് ചേർത്ത് അവരെ പരമ്പരയിൽപ്പെട്ടത് കൊണ്ട് പറയുന്നതല്ല. അത് സീന സഖാഫ്. ഇത് സഖാഫി എന്നാണ്. അത് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത വകയിൽ ചേർത്ത് പറയുന്ന പേരാണ് സഖാഫി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിൽ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതനായി അറിയപ്പെടുന്ന ആളാണ്. സഹീഹുൽ ബുഖാരി എന്ന തുല്യതയില്ലാത്ത അതിമഹത്തായ വളരെ സാരസമ്പൂർണമായ ബൃഹത്തായ അൽ ജാമിഉ സഹീഹ് എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരി രചിച്ചിട്ടുള്ള ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ബുഖാറ എന്ന പ്രദേശത്ത് ആയതിനാൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടും.
ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഖറന്തക് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന നാട് റഷ്യയുടെ അധീനത്തിലായിരുന്നു കുറെ കാലം. അന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഷിആറുകൾ, ചിഹ്നങ്ങൾ പലതും അവിടെ ഇല്ലാതെയായി പോയിട്ടുണ്ട്. അവർ സ്വതന്ത്രമായപ്പോൾ അവിടെ പള്ളികളൊക്കെ പരിചരിക്കുകയും മക്ബറകൾ ഒക്കെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാനവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോ അവിടെ മക്ബറയുടെ പുനർനിർമ്മാണം നടക്കുകയായിരുന്നു. അതുകൊണ്ട് ആൾക്കാരെയൊന്നും ഖബറിന്റെ സമീപത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, മക്ബറയിലേക്ക് കടത്തുന്നില്ല. ദൂരെ നിന്ന് സിയാറത്ത് ചെയ്ത് പോകണം. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പോയി ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് അവിടുത്തെ അത് നടത്തുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയി ഇരുന്ന് അവിടുന്ന് ഖുർആൻ ഓതുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്തു. സഹീഹുൽ ബുഖാരിയുടെ ഒരു ബർക്കത്തിനു വേണ്ടി ഉസ്താദ് പറഞ്ഞു തരികയും ചെയ്തു അവിടെ വെച്ച്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുള്ള ആ രാഷ്ട്രമാണ് ഉസ്ബെക്കിസ്ഥാൻ. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് കിട്ടുന്ന നാടാണ്. അത്ര മധുരമുള്ള ഫ്രൂട്ട്സ് ഉള്ള വേറെ ഒരു നാടും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ പോയി വരുമ്പോൾ കാര്യമായിട്ട് അവിടുന്ന് വരുമ്പോൾ വാങ്ങിയത് ഷമാമാണ്. കാരണം വേറെ ഒരു സ്ഥലത്തും അത്ര രുചിയുള്ളത് കണ്ടിട്ടില്ല. ആ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയും ഉള്ളത്. ഇമാം തിർമിദി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് അവിടുത്തെ ജാമിഉ തിർമിദിയിൽ ഇടയ്ക്കിടയ്ക്ക് ഖാല മുഹമ്മദുൻ എന്ന് പറയും. അതായത് ഉസ്താദ് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയും, മഹാനവറുകൾ പറഞ്ഞത് ഉദ്ധരിക്കും. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തിർമിദ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതും ഉസ്ബെക്കിസ്ഥാനിൽപ്പെട്ട സ്ഥലമാണ്. നമ്മൾ സാധാരണയായി പള്ളി കമ്മിറ്റിയുടെയും ഒക്കെ ഭരണഘടന എഴുതുമ്പോൾ അശ്അരി ത്വരീഖത്തും മാതുരീദി ത്വരീഖത്തും എന്ന് ഭരണഘടനയിൽ ചേർക്കാറുണ്ട്. അത് സ്വീകരിച്ച സുന്നികൾ എന്ന് എഴുതും. അത് രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ രണ്ട് പ്രഗത്ഭരായ ഇമാമിയങ്ങളാണ്. ആ രണ്ട് ഇമാമിയങ്ങളും ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടർന്നുകൊണ്ട് വന്നിട്ടുള്ള മഹാന്മാരാണ്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ മഹാന്മാരെ പിന്തുടരുമ്പോൾ ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നിട്ടുള്ള ആളാണ്. ആ ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അതുപോലെ തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അതുപോലെ ഒരുപാട് മഹാന്മാരുടെ മക്ബറകൾ ഉള്ള സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. സമർഖന്ദ് എന്ന് പറയുന്ന ഒരു പ്രദേശം. സമർഖന്ദ്, അബുൽ ലൈഥി സമർഖന്ദി എപ്പോലുള്ള ഒരുപാട് ഇമാമിങ്ങളുടെ പേര് നമ്മൾ സാധാരണയായി കേൾക്കാറും പറയാറും ഉണ്ട്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ ഖബർ നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാനിൽ സമർഖന്ദ് ഭാഗത്ത് മഴ ഇല്ലാതെയായി പോയി. വളരെയേറെ വിഷമിച്ചു. അപ്പോൾ അവിടുത്തെ ഖാദി എല്ലാവരെയും കൂട്ടി കുറെ പ്രാർത്ഥനകൾ നടത്തി, മഴയെ തേടുന്ന ദുആകൾ നടത്തി. മഴ കിട്ടിയില്ല.
അങ്ങനെ ഇരിക്കുമ്പോ ഒരു നല്ല മനുഷ്യൻ, സാലിഹായ ഒരു വ്യക്തി ഖാദിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഖാദി എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ്, വലിയ ആലിമും വലിയ ജഡ്ജിയും ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, നിങ്ങൾ നാട്ടിലുള്ള എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്തേക്ക് പോകണം. അവിടെ ചെന്ന് അല്ലാഹുവിനോട് എല്ലാവരും കൂടി ദുആ നടത്തണം, മഴ തരാൻ വേണ്ടി. എന്നാൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഖാദി പറഞ്ഞു, അതിന് കുഴപ്പമില്ലല്ലോ, നല്ല കാര്യമല്ലേ, പോവാലോ. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഖാദി അങ്ങോട്ടേക്ക് പോയി. ഹിജ്റ 500 മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് ഖാദി അവറുകൾ സിയാറത്ത് ചെയ്ത് അല്ലാഹുവിനോട് വളരെ താഴ്മയോടുകൂടെ ദുആ ചെയ്തു. ജനങ്ങളും അതേപോലെ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു. ഇമാം ബുഖാരിയുടെ മഖ്ബറയിൽ വെച്ച് മഴ കിട്ടാൻ വേണ്ടി അവർ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശഫാഅത്ത് തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ വന്നു, ഘോരമായ മഴ. ആ മഴ ഒരാഴ്ചയോളം തുടരേ മഴ. സമർക്കന്ദിൽ വന്ന ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള മഴ ചുരുക്കപ്പെടുകയുണ്ടായി. ഞാനിത് പറഞ്ഞത് ഇത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഇപ്പോൾ നമ്മൾ റൂസ് നടത്തുമ്പോ മഖ്ബറയിലേക്ക് പോകുമ്പോഴൊക്കെ വിമർശിക്കുന്ന പുത്തൻവാദികളായ തബ്ലീഗ് ജമാഅത്തുകാരുണ്ട്, മുജാഹിദുകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, അങ്ങനത്തെ പുത്തനാശയക്കാർ പലരും ഉണ്ട്. അവരെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഹാഫിദ് ദഹബി എന്ന് പറയുന്ന പണ്ഡിതൻ. ഹാഫിദ് ദഹബിയും ഇബ്നു തൈമിയ്യയും വലിയ പണ്ഡിതന്മാരാണ്. പക്ഷേ അവർക്ക് ചില വിഷയങ്ങളിൽ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അവരെ പരിപൂർണമായി അംഗീകരിക്കുന്നില്ല. അവര് മറ്റുള്ള ഇമാമിങ്ങളൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കും, അതിന് വിരുദ്ധമായി പറഞ്ഞത് അംഗീകരിക്കൂല. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനും അശ്അരി ത്വരീഖത്തുകാരനും അഥവാ വിശ്വാസപരമായ വിഷയങ്ങൾ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വിശ്വാസവും എല്ലാം മുറുകെ പിടിച്ച് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളം കിതാബുകൾ രചിച്ച വലിയ മഹാനാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്യാൻ, സഹായം തേടാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടുന്നത് വേണ്ട എന്നുമൊക്കെ പറഞ്ഞ ഇബ്നു തൈമിയ്യക്ക് ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് കിതാബ് രചിച്ച മഹാനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. വലിയ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാന്മാരാണ്. മഹാനവറുകളുടെ മകനാണ് താജുദ്ദീൻ സുബ്കി. കുട്ടിക്കാലത്ത് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബാപ്പയുടെ സമീപത്ത് നിൽക്കുമ്പോ ഒരു നായ അതിലൂടെ അങ്ങ് പോയി. ഞാൻ അവരുടെ സൂക്ഷ്മത പറയാൻ വേണ്ടി പറയാം. നായ പോയപ്പോ ചെറിയ കുട്ടിയായ മകൻ നായയെ വിളിച്ചിട്ട് പറഞ്ഞു,
കൽബ് എന്ന് പറഞ്ഞാൽ നായ എന്നാണ് അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ കൽബിന്റെ മകൻ കൽബേ പോടാ. അപ്പോൾ ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നായന്റെ മകൻ എന്ന് വിളിച്ചത് പാടില്ലാത്ത പണിയാണ്. അപ്പൊ മകൻ ചോദിച്ചു, അലൈസൽ കൽബു മിന കൽബിൻ യാ വാലിദി, നായന്റെ മോൻ തന്നെയല്ലേ, ഞാൻ പോത്തിന്റെ മോനെയാണോ നായന്റെ മോൻ പറഞ്ഞത്? നായനെ തന്നെയല്ലേ പറഞ്ഞു, അതിലിപ്പോ എന്താ തെറ്റ് എന്ന് ഈ കുട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വസർത്തുൽ ജവാസി അദമു തഹ്ഖീരിഹി, അല്ലെങ്കിൽ അല്ലാ യുഹഖറ, അങ്ങനെ പറയൽ അനുവദനീയം അല്ല. എന്തുകൊണ്ട്? നീ നായന്റെ മകൻ എന്ന് നായയെ വിളിച്ചത് ആളെ മനസ്സിലാകാൻ വേണ്ടി പോസ്റ്റ്മാൻ വായിക്കും പോലെ സൺ ഓഫ് വായിച്ചതല്ല, നായനെ ഒന്ന് നിസ്സാരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് നീ. നായന്റെ മകൻ നായ, നായനെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു നായയെ പോലും നിന്ദിക്കാൻ പാടില്ല, അത് അനുവദനീയം അല്ല. അപ്പോൾ മകൻ പറഞ്ഞു, ഹാദിഹി ഫായിദത്തുൻ യാ വാലിദി, ഇത് വലിയ ആശയമാണല്ലോ എന്ന് പറഞ്ഞു. ഇസ്ലാം ആരെയും നിന്ദിക്കാൻ അനുവദിക്കുന്നില്ല, ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരോടും ആദരവും സ്നേഹവും സൗഹാർദ്ദവും പ്രകടിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ആശയം. അത് ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാവരോടും ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുക, ആരെയും നിന്ദിക്കാൻ പാടില്ല. അതേപോലെ ആരെയും തെറ്റിദ്ധരിക്കാനും പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെപ്പറ്റിയും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്താൻ പാടില്ല, ചുഴന്ന് അന്വേഷിച്ച് കുറ്റം കണ്ടുപിടിക്കാനും പാടില്ല എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ നമ്മൾ ആത്മസംസ്കരണ രംഗത്ത് മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അതിൽ വലിയ മഹാനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. പക്ഷേ സത്യം, അത് സത്യത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും, അത് എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും, അത് സത്യവിരുദ്ധമാണ് എന്ന് പറയൽ പണ്ഡിതന്മാരെ കർത്തവ്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് അവരവർക്ക് ബോധ്യപ്പെട്ട സത്യം പണ്ഡിതന്മാര് പറയണം, അത് മൂടിവെക്കാൻ പാടില്ല. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ സമകാലീനനായ ഇബ്നു തൈമിയ്യക്കെതിരെ മഹാനായ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, ഏത് തഖിയുദ്ദീൻ സുബ്കി, നായയെ നിസ്സാരപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതേപോലെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ ദീൻ ഹഖായി ഇവിടെ നിലനിൽക്കണം. തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദും കൂടിയാണ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിദുൽ ദഹബി. ആ ഹാഫിദുൽ ദഹബിയെ സംബന്ധിച്ച് തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശൈഖ് ദഹബി, ഹാഫിദുൽ ദഹബി എന്റെ ഉസ്താദാണ്. പക്ഷേ വൽ ഹഖ്ഖു അഹഖ്ഖു അൻ യുത്തബഅ, സത്യത്തെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്റെ ഉസ്താദ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസക്കാരായ അശ്അരി ത്വരീഖത്തുകാരെ സംബന്ധിച്ച്, അതിലുള്ള ഇമാമിങ്ങളെ സംബന്ധിച്ച്, ഇമാം ഗസാലി, ഇമാം റാസി തുടങ്ങിയ മഹാന്മാരെ പറ്റി പറയുമ്പോൾ അവരെ ഒന്ന് ചെറുതാക്കുന്ന ഒരു സ്വഭാവം എന്റെ ഉസ്താദിന് ഉണ്ട്. അത് അംഗീകരിക്കാൻ പറ്റില്ല. സത്യം എന്താണോ അതിനെ പിന്തുടരുക എന്നതാണ് ശരി. അതിനാൽ എന്റെ ഉസ്താദും വലിയ ആളും ആണെങ്കിലും ഞാൻ ആ വിഷയത്തിൽ ഉസ്താദിനെ പിന്തുണക്കുന്നില്ല എന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി തബഖാത്തുൽ കുബ്രയിൽ കാണാം. എന്നാലും പറയട്ടെ, ഹാഫിദുൽ ദഹബി വലിയ പണ്ഡിതനാണ്, ചരിത്രത്തിൽ പ്രത്യേകിച്ച്. ആ ഹാഫിദുൽ ദഹബിയെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നിരൂപണ ശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്ന്
അവിടുത്തെ നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ചരിത്ര ഗ്രന്ഥമാണ് എത്രയോ വാള്യങ്ങളുള്ള സിയറു അലാമിൻ നുബല എന്ന കിതാബ്. ആ ഗ്രന്ഥത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് മഴ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആ കാലഘട്ടത്തിൽ ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഖാദിയും ജനങ്ങൾ മുഴുവനും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തപ്പോൾ മഴ, ഘോരമായ മഴ പെയ്ത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ശിഷ്യനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹും തബഖാത്തുൽ കുബ്രയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ മഹാന്മാരുടെ മഖബറകൾ, ആ മഖബറയിൽ നിന്നുള്ള സൽപ്രവൃത്തികൾ അത് വലിയ പുണ്യമുള്ളതാണ്. ഉദാഹരണത്തിന് അവിടെ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, അവിടെ സലാത്ത് ചൊല്ലുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അവരെ തവസ്സുലാക്കുക, അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നതെല്ലാം അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുസ്ലിം ഉമ്മത്തിലുള്ള വലിയ വലിയ ആലിമീങ്ങൾ പതിവാക്കി വന്ന കാര്യമാണ് എന്നതിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. അതിനെ ആരും വിമർശിക്കണ്ട. എന്തിനധികം പറയണം, സഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. സഹാബികളെ കുറിച്ച് ആർക്കും ഒരു തർക്കത്തിനും അവകാശം ഇല്ലല്ലോ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. സഹാബികളെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ പറയാണ്. ആ സഹാബികളിൽപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന്, സിറിയയുടെ ഭാഗത്തു നിന്ന്, ഷാം എന്ന് പറയുന്നതിൽപ്പെട്ടതാണ്, ഫലസ്തീനും എല്ലാം ഷാമിൽപ്പെട്ടതാണ്. ആ ഭാഗത്തു നിന്ന് മദീനയിലേക്ക് വന്നു. ആ യാത്രക്ക് കുറേയേറെ ദിവസങ്ങൾ പിടിച്ചു, ക്ഷീണിച്ചു പോയി. തിരിച്ച് അങ്ങോട്ട് അങ്ങനെ തന്നെ പോകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറാനോ മറ്റോ ആണ് വന്നത്. ക്ഷീണം, അത്രയും ദീർഘ യാത്ര ചെയ്യാൻ കഴിയില്ല. അന്ന് പ്ലെയിനിലൊന്നല്ലല്ലോ യാത്ര, മരുഭൂമിയിലൂടെ അങ്ങനെ പോവല്ലേ. അപ്പോൾ എന്തു ചെയ്തു ആ സഹാബി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്നു. എന്നിട്ട് അവിടെ വെച്ചൊരൊറ്റ ദുആ, ലിതഖരീബി തരീഖിഹി, വഴിയൊന്ന് അല്ലാഹു എളുപ്പമാക്കി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദുആ. സുബ്ഹാനല്ലാഹ്, കുറേയേറെ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങോട്ടെത്തിയ സഹാബി വെറും 2.5 ദിവസം കൊണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചെത്തി എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയില്ലാതെയായി പോയി മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മഴയില്ലാതെ ബുദ്ധിമുട്ടി. നബി തങ്ങൾ മിമ്പറിലുള്ള സമയത്ത് ഒരു ഗ്രാമീണനായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹലക്കൽ മാലു വൽ ഇയാൽ, നബിയേ, മുതലുകളൊക്കെ നശിച്ചുപോയി, നമ്മളെ ചെറിയ കുട്ടികളൊക്കെ വിശന്നുപോയി, ഒട്ടകങ്ങളുടെയും മറ്റ് മൃഗങ്ങളുടെയും ആടുകളുടെയും ഒന്നും മുലയിൽ പാലില്ല, ഒന്നുമില്ല, വല്ലാത്ത വരൾച്ച, വലിയ വിഷമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്ഖിനാ. ആ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്തു. ആ മഴ ഘോരമായ മഴ, ശരീരത്തിലൂടെ വെള്ളമൊലിക്കുന്നു. ഇന്നത്തേതുപോലെ കോൺക്രീറ്റ് ചെയ്ത പള്ളിയല്ല. ആ മഴ 7 ദിവസത്തോളം ഘോരമായ മഴ. പിറ്റേ ആഴ്ചയും അതേ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, തഹദ്ദമത്തിൽ ബിനാ വഗരിഖൽ മാൽ, ഞങ്ങളെ ബിൽഡിങ്ങുകളൊക്കെ
ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. കാരണം ഇന്നത്തതുപോലെയുള്ള കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലല്ലോ, മറിച്ച് കട്ട കൊണ്ടും മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് അല്ലേ. അത് പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ് മഴ കൊണ്ട്. അതുപോലെ ഞങ്ങളുടെ കൃഷിയൊക്കെ വെള്ളത്തിൽ മുങ്ങാണ്. നബിയെ ഈ മഴയൊന്ന് മാറ്റിത്തരാൻ വേണ്ടി തങ്ങൾ പറയണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തി അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളെ ചുറ്റുഭാഗത്തും നീ മഴ പെയ്യിപ്പിച്ചോ അല്ലാ, വലാ അലൈനാ, ഞങ്ങൾക്ക് കേടായ നിലക്കുള്ള മഴ വേണ്ട. നീ ചുറ്റുഭാഗങ്ങളിൽ അലൽ അക്കാമി വൽ ജിബാൽ, കുന്നുകളിലും പർവ്വതങ്ങളിലും അങ്ങനെ പല സ്ഥലത്തും നീ മഴ പെയ്യിപ്പിച്ചോ അല്ലാ, ഞങ്ങൾക്ക് വിഷമമുള്ള നിലക്ക് മഴ വേണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ അതാ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഹവാലൈനാ എന്നിങ്ങനെ പറയുമ്പോ അവിടുത്തെ കൈ പോയ ഭാഗത്ത് നിന്നല്ല, കാർമേഘം നീങ്ങിയിട്ട് ഒരു വട്ടം അതാ ചക്രവാളത്തിൽ കാണുന്നു. അവിടെ ഒന്നും മഴക്കാറ് ഇല്ല. പൂർണ്ണമായി മഴക്കാറ് മദീനയിൽ നിന്ന് നീങ്ങിപ്പോയി. എന്താണ് ആദ്യത്തെ മഴ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്പെഷ്യൽ ഓർഡർ പ്രകാരം കിട്ടിയ മഴയാണ്. അതുകൊണ്ട് ആ മഴ നിന്നില്ല. പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്തപ്പോൾ മഴ നിൽക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഖ്വാലി മുഖ്തഹിമീ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബയുള്ള പടുകൂറ്റൻ റൗളയുണ്ടല്ലോ. നമ്മളെ നാട്ടിൽ അത്തരത്തിലുള്ള അതേ മഹാന്മാര് അന്ത്യവസ്ത്രം കൊള്ളുന്ന കുബ്ബയുള്ളതിന് ജാറെന്ന് പറയാറുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള മഹത്തായ റൗള, ആ റൗള അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ പിന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അന്ത്യവിശ്രമം കൊള്ളുന്നു. അത് വലിയ ബറക്കത്തുള്ള സ്ഥലമാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ആ സ്ഥലം മാത്രം അല്ല, അവിടുന്ന് മദീന പള്ളിയിലെ മിമ്പർ വരെയുള്ള സ്ഥലം പൂർണ്ണമായും റൗളയാണ്, സ്വർഗത്തോട്ടമാണ്. ആ ഖബർ മാത്രമല്ല, ഖബറിന്റെ പരിസരവും മഹാന്മാരുടെ ഖബർ അത് റൗളയാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന, മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന്റെ ഖബർ സ്വർഗത്തോട്ടമാണെന്ന് ഹദീസിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രമല്ല, അതിന്റെ പരിസരവും റൗളയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന അഥവാ ദുനിയാവിൽ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോഴും അവിടുന്ന് ജീവിച്ചിരിക്കുക തന്നെയാണ്. പക്ഷേ അത് ഖബറിന്റെ ഉള്ളിലാണ്. അവിടുന്ന് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന സ്ഥലം അന്നുണ്ടായ സംഭവമാണല്ലോ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് വന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മദീനയിൽ വലിയ വരൾച്ചയുണ്ടായപ്പോൾ ഒരാള് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ചെന്നത് ആരാണ്? അതേ സഹാബികളിൽപ്പെട്ട ആളാണെന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ആരായാലും ശരി, ഇരിക്കട്ടെ. അവിടെ ചെന്നിട്ട് നബി തങ്ങളെ വിളിക്കുകയാണ്,
ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന് മഴ വാങ്ങിത്തരണം നബിയേ. മഴ കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ. അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അങ്ങനെ അദ്ദേഹം നബി തങ്ങളോട് ആവശ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അല്പം കഴിഞ്ഞൊരൽപ്പം ഉറങ്ങിപ്പോയി. ഉറക്കിൽ അദ്ദേഹം കേൾക്കുകയാണ്, ഉമറ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോകണം. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അടുത്ത് തന്നെ മഴ കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം. ആ വ്യക്തി അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന്, അവിടുത്തെ ഖബർ ശരീഫിന്റെ സമീപത്ത് നിന്ന് നബി തങ്ങളോട് മഴ തേടി, മഴ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് മഴ വാങ്ങിക്കൊടുക്കാൻ തേടിയതിന്റെ ശേഷം അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ട് നടന്ന സംഭവം മുഴുവനും വിവരിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ സമീപത്ത് എന്ന് വഫാത്തിന്റെ ശേഷം നബി തങ്ങളോട് സഹായം തേടിയ സംഭവമാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെ പ്രതികരിച്ചു? സുബ്ഹാനല്ലാഹ്, അതേ, ഇന്ന് പല പുത്തൻവാദികളും അതാ ഭൂരിപക്ഷം വരുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങളെ അവർ ശിർക്ക് ചെയ്ത മുശ്രിക്കീകളാണ്, അബൂജഹലിനെ പോലത്തെ ആളുകളാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കടുപ്പമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? അവർക്ക് ആത്മീയ സംസ്കരണത്തിന്റെ 4 അയലത്ത് പോലും അവരെത്തിയിട്ടില്ല, എത്തുകയില്ല. കാരണം കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെയും ലക്ഷക്കണക്കിന് ഇമാമീങ്ങളെയും സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കമുള്ള എല്ലാ മഹാന്മാരെയും ശിർക്ക് ചെയ്തവരോ, ശിർക്കിന് പ്രേരിപ്പിച്ചവരോ, ശിർക്കിന് അംഗീകാരം കൊടുത്തവരോ ആയി അവർ ഇൻസൾട്ടാക്കുകയാണ്, നിന്ദിക്കുകയാണ്. ആഖിറത്തിലെത്തിയാൽ ആ ആലിമീങ്ങൾ മുഴുവനും സഹാബത്തടക്കം എല്ലാവരും അവരുടെ പ്രതിപക്ഷത്താണ്. അവരെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച്, ഇവനാണ് ഞങ്ങളെ മുശ്രിക്കാണെന്ന് പറഞ്ഞത്, ഇവനാണ് ഞങ്ങളെ കാഫറാക്കിയത്, ഇവനാണ് ഞങ്ങളെ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ മഖബറയിൽ പോയതിനാൽ, അവരെ തവസ്സുലാക്കിയതിനാൽ, നബിതങ്ങളെ വിളിച്ച് തേടിയതിനാൽ ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ നിന്ദിച്ച കക്ഷിയാണിവൻ എന്ന് പടച്ചറപ്പിനോട് പറയുന്നൊരു സാഹചര്യം പടച്ചറപ്പിന്റെ കോടതിയിൽ ഉണ്ടാകുമേ? സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്വഭാവം എന്താണ്? സ്വന്തത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യൂല, വേറെ ഒരാളെ ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കൂല. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അർഹമു ഉമ്മത്തി അബൂബക്കർ, എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്ന ആള്, എൻ്റെ ഉമ്മത്തിനുള്ള ഏറ്റവും കാരുണ്യമുള്ള ആള് അബൂബക്കറാണ്. വഅശദ്ദുഹും, അതേ, എന്നാൽ പടച്ചവന്റെ വിഷയത്തിൽ വളരെ കണിശമായ രീതി സ്വീകരിക്കുന്ന ആള് അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആണ്. ഒരു ഹറാമും ചെയ്യാൻ അനുവദിക്കൂല, ഒരു കറാഹത്തും ചെയ്യാൻ അനുവദിക്കൂല, സ്വന്തത്തിൽ ഒരു കറാഹത്ത് ചെയ്യൂല. എന്തിനധികം പറയണം, ഒരു ദിവസം 2 കാരക്കത്തോട്ടം കാണാൻ പോയതാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോയി. ആ സങ്കടത്താൽ 2 തോട്ടവും സംഭാവന കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവിടുന്ന് വല്ലാതെ വ്യാകുലപ്പെട്ടു. അങ്ങനെയുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഒരൊറ്റ ദിവസത്തെ തഹജ്ജുദ് ഒഴിവായി പോവില്ല. അതുപോലെ സൽക്കർമ്മങ്ങളിലെല്ലാം മുൻപന്തിയിലാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഖ്ബറയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയ അനുഭവവും നബി തങ്ങളെ സ്വപ്നം കണ്ട് അതേ ഉമർ ഇബ്നു ഖത്താബിനോട് പറയാനുള്ള നിർദ്ദേശങ്ങൾ, പറയാനുള്ള വിഷയവും പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകി. ഒരക്ഷരം പോലും ആ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് മോശമായി പോയി എന്ന് പറഞ്ഞില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാരിൽ പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുകയും ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനും കൂടിയായ ഇബ്നു കസീർ അടക്കം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ അത് സഹീഹായ ഹദീസാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതിന്റെ ഒരു ചെറിയ മോഡലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്തും നടന്നത്. അതിനാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം മഹാന്മാരുടെ മഖ്ബറകൾ അത് ആദരിക്കപ്പെടുന്നതും അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നതും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതുമൊക്കെ പുണ്യമാണ്. പക്ഷേ അതെല്ലാം ശറഇന്റെ നിയമപ്രകാരമായിരിക്കണം. ഇസ്ലാമിക ശരീഅത്തിനെ പൂർണ്ണമായി പിന്തുടർന്നുകൊണ്ടല്ലാതെ നമുക്കൊരിക്കലും ആത്മീയ സംസ്കരണം സാധ്യമല്ല. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക നിയമം അത് 100% ഫോളോ ചെയ്തുകൊണ്ട് ആയിരിക്കണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നപ്പോൾ ഒരൊറ്റ പെണ്ണിനെയും ഇവിടെ കണ്ടില്ല. സ്ത്രീകൾ ചിലപ്പോൾ അപ്പുറത്ത് മറുവശത്ത് വെച്ച് സിയാറത്ത് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ പുരുഷന്മാരുടെ കൂടെ ഇടകലർന്ന് ഒരൊറ്റ സ്ത്രീയെയും കണ്ടില്ല. വലിയ സന്തോഷമായി. എന്നാൽ പല മഖ്ബറുകളിലും ചെന്നാൽ ആണും പെണ്ണും തൊട്ടുരുമ്മി സിയാറത്ത് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അതുപോലെ മഖ്ബറയുടെ മുറ്റത്ത് ആണും പെണ്ണും യാതൊരു ലജ്ജയുമില്ലാതെ അന്യ ആണും പെണ്ണും വന്ന് കിടന്നു ഉറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അതുപോലെ മഖ്ബറയുടെ സമീപത്ത് പല സ്ഥലത്തും വലിയ തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്. വലിയ വലിയ മഹാന്മാരെ മഖ്ബറയിൽ. അതിന് ആ മഹാന്മാർ ഉത്തരവാദികളല്ല, ജീവിച്ചിരിക്കുന്ന കമ്മിറ്റിക്കാരും ജീവിച്ചിരിക്കുന്ന നടത്തിപ്പുകാരുമാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദി. അത് വലിയ വലിയ മഹാന്മാരെ മഖ്ബറയിൽ തന്നെ ഹാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സദഹുൽ അസീസ്, അതുപോലെ തന്നെ നാഹൂറിലും അജ്മീറിലും അതുപോലെ തന്നെ ഏർവാടിയിലും അങ്ങനെ വലിയ വലിയ മഹാന്മാര് കിടക്കുന്ന പല മഖ്ബറകളിലും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പലരും വന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊന്നും ആരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പെരടിയിൽ വെച്ച് കെട്ടണ്ട. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമും അംഗീകാരം കൊടുത്തിട്ടില്ല. ഖബറിന് പോയി സുജൂദ് ചെയ്യുക, അതുപോലെ ഖബർ തവാഫ് ചെയ്യുക, അതൊന്നും ആലിമീങ്ങൾ അംഗീകരിച്ച കാര്യം അല്ല. മഹാന്മാരുടെ മഖ്ബറയിൽ ആദരവോടെ പോകണം, അതവോടെ നിൽക്കണം. ജീവിതകാലത്ത് അവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും അതുപോലെ നിൽക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ശരീരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ സിയാറത്തിന് ചെല്ലാറുണ്ട്. പക്ഷേ മഹദി പറയുന്നു, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഒന്ന് കിടക്കുന്നത് എന്റെ ബാപ്പയാണ്, മറ്റൊന്ന് എന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഞാൻ ശരിക്ക് എന്റെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടുണ്ടോ ഇല്ലേ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഒന്ന് എന്റെ ബാപ്പയാണ്, ഒന്ന് എന്റെ ഭർത്താവാണ്, രണ്ടാൾക്കും എന്നെ കാണാമല്ലോ. അതേ സമയത്ത് അന്യപുരുഷനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കൂടി അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ
ഞാൻ പരിപൂർണമായ മറയിലല്ലാതെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഖബറിൽ കിടക്കുന്നവരോട് പെരുമാറേണ്ടത് ജീവിതകാലത്ത് പെരുമാറുന്നത് പോലെ തന്നെയാണ്. ബാപ്പന്റെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ബാപ്പയോടുള്ള ആദരവ് കാണിക്കണം. ഉസ്താദിന്റെ ഖബറിൽ ചെല്ലുമ്പോൾ ഉസ്താദിനോടുള്ള ആദരവ് കാണിക്കണം. അങ്ങനെ ഓരോരുത്തരുടെയും സിയാറത്ത് ചെയ്യുമ്പോൾ അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അതേ ജീവിതകാലത്തുള്ള അതേ ശൈലിയിലാണ് സിയാറത്ത് ചെയ്യേണ്ടതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മനുഷ്യന് ആത്മീയമായ സംസ്കരണം വേണമെങ്കിൽ നമുക്കറിയാമല്ലോ, മനുഷ്യന്റെ ശരീരം, അങ്ങനെ ഒരു ശാരീരിക ലോകം മനുഷ്യർക്കുണ്ട്. മനുഷ്യന്റെ ആത്മാവ്, ആത്മീയമായൊരു ലോകവും മനുഷ്യർക്കുണ്ട്. അതേ ആത്മാവിന്റെ ലോകം ശരീരത്തെക്കാൾ പ്രസക്തമാണ് ആത്മാവ്. കാരണം ശരീരം എന്ന് പറയുന്നത് ബോഡിയാണ്, വാഹനമാണ്. ആത്മാവെന്ന് പറയുന്നത് ആ ബോഡിയെ നിയന്ത്രിക്കുന്ന, ആ ബോഡിയെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഡ്രൈവർക്കാണോ ബഹുമാനം, അല്ല കാറിനാണോ ബഹുമാനം എന്ന് ചോദിച്ചാൽ വിവരമില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ പറയും കാറിനാണ്. വിവരമുള്ള നിങ്ങളാരും പറയൂലല്ലോ ഡ്രൈവർക്കല്ല കാറിനാണെന്ന് പറയൂലല്ലോ. ഒരു കാർ അപകടം സംഭവിച്ചാൽ ആദ്യം തന്നെ വണ്ടി വർക്ക്ഷോപ്പിലെത്തിക്കണം എന്നല്ലല്ലോ ചിന്തിക്കുക, ഡ്രൈവർ ആശുപത്രിയിൽ എത്തിക്കണം എന്നല്ലേ ചിന്തിക്കുക. അപ്പൊ ഡ്രൈവർക്കല്ലേ ബഹുമാനം വണ്ടിയേക്കാൾ. നമ്മുടെ ഈ ബോഡി ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ആത്മാവ്. ആ ആത്മാവ് അതാ ശരീരത്തിലേക്ക് നേരത്തെ 4ാമത്തെ മാസത്തിൽ അതാ മലക്കിനെ പറഞ്ഞേച്ച് അല്ലാഹു തആല ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ്. ആ ആത്മാവ് ശുദ്ധിയായാൽ ശരീരം മുഴുവനും ശുദ്ധിയാകുന്നു. ഡ്രൈവർ പാളാതിരുന്നാൽ, ഡ്രൈവർ നേർക്ക് നേരെ വണ്ടി ഓടിച്ചാൽ വണ്ടിക്ക് അപകടം പറ്റൂല, വേറെ ഒരു വണ്ടിക്ക് ഇടിക്കൂല, പുറത്തുകൂടി പോകുന്ന യാത്രക്കാരനെ തട്ടൂല. ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നവരും അപകടം പറ്റൂല. അതിന് ആദ്യം ഡ്രൈവർ ജാഗ്രതയുള്ളവരാകണ്ടേ. അതുപോലെ നമ്മുടെ ശരീരം അതാ നരകത്തിലേക്ക് പോയി വീഴാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിന് അപകടം വരാതിരിക്കാൻ, നമ്മുടെ കൂടെയുള്ളവർക്ക് അപകടം വരാതിരിക്കാൻ, നമ്മുടെ പുറത്തുള്ളവർക്കും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവ് സംസ്കരിക്കേണ്ടതുണ്ട്. ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ ആത്മാവ് നന്നായാൽ മുഴുവനും നന്നായി, ആത്മാവ് ചീത്തയായാൽ മുഴുവനും ചീത്തയായി. അതിനെന്താണ് വേണ്ടത്? ആത്മാവിന് നല്ല ആരോഗ്യം വേണം. ആത്മാവിന് ആരോഗ്യം കിട്ടാൻ നല്ല ഭക്ഷണം ലഭിക്കണം. ഏത് ഭക്ഷണമാണത്? അതേ നമ്മുടെ ബിരിയാണിയല്ല, പൊറാട്ടയല്ല. ആത്മാവിന്റെ ഭക്ഷണം സാലിഹായ അമലുകളാണ്. ശരിക്കും ഈ ആത്മാവിന് നല്ല അറിവ് ലഭിക്കണം, ഇൽമ് ലഭിക്കണം, ആത്മീയമായ അറിവ് ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും അതേ രക്ഷിതാക്കളോടും പറയട്ടെ, നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കാറുണ്ട്. എന്നാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ജീവിതത്തിന് ആവശ്യമായ അറിവുകൾ നേടാനാണെങ്കിൽ നമ്മുടെ ആത്മീയമായ അറിവ് നേടാനുള്ള മദ്രസയിൽ കുട്ടികളെ കൃത്യമായി പറഞ്ഞേക്കണം. അഥവാ നിങ്ങൾ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും പബ്ലിക് സ്കൂളിലോ അല്ലെങ്കിൽ അതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ ആണെങ്കിൽ പറയട്ടെ, ആ സ്കൂൾ ശരിക്കും മദ്രസ പഠനം കൊടുക്കുന്ന സ്കൂളാണെങ്കിൽ തരക്കേടില്ല. അല്ലെങ്കിലോ വെറും ABCD പഠിച്ചാ പോരല്ലോ, നമ്മുടെ മക്കൾ ആത്മീയ ജ്ഞാനം നേടേണ്ടതുണ്ടല്ലോ. ആ കുട്ടികളെ നിർബന്ധമായും മദ്രസയിൽ പഠിപ്പിക്കണം. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ എതിരാളിയല്ല. ഞാൻ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന ആളാണ്. 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കുട്ടികൾക്കും കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു 5 പൈസയും അതിന് ഫീസ് വാങ്ങാതെ കൊടുക്കണം. ഫീസ് വാങ്ങും, സ്കൂളിന് ഫീസ് വാങ്ങും.
ഞാനിത് പറഞ്ഞത് നമ്മുടെ ചെറിയ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകണം. അവരെ അഖീദ പഠിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്കും പഠിക്കണം. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ചും മലക്കുകളെ കുറിച്ചും പഠിക്കണം. മറ്റുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളും പഠിക്കണം. അതിൻ്റെ പുറമെ കർമ്മപരമായ വിഷയങ്ങൾ നന്നായി പഠിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം. ഖുൽ ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാഹ. ഈമാനുള്ളവരോട് പറയൂ നബിയേ, എൻ്റെ അടിമകളായ ഈമാനുള്ളവരോട് പറയൂ നബിയേ, യുഖീമുസ്സലാഹ, നിസ്കാരം ഉറക്കെ നിർവഹിക്കണേ, നിലനിർത്തണേ. ഈമാനുള്ളവരോടല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യുഖീമുസ്സലാ, നിസ്കാരം ഉറക്കെ നിർവഹിക്കണം. നിസ്കാരം ഉറക്കെ നിർവഹിക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ ശർത്ത് പഠിക്കണം. വുളു എടുക്കുക എന്നത് ശർത്താണ്, ജനാബത്ത് കുളിക്കൽ ശർത്താണ്, അതേ ഖിബ്ലക്ക് മുന്നിടൽ ശർത്താണ്, ഔറത്ത് മറക്കൽ ശർത്താണ്. അങ്ങനെ എന്തെല്ലാം ഷർത്തുകളുണ്ടോ, ഷർത്തുകൾ പഠിക്കണം. അതേ നിസ്കാരത്തിന്റെ ഫർളാണ് നിയ്യത്ത്, തക്ബീർ, അതേപോലെ തന്നെ ഖിയാം, ഫാത്തിഹ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫർളാണ്. അത് പഠിക്കണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാണ്. ഇങ്ങോട്ടും അല്ലാഹ് നിസ്കാരത്തിന് കൈകെട്ടുന്നു, അഥവാ നിസ്കാരം തുടങ്ങുന്നു. നിസ്കാരത്തിന്റെ തുടക്കം തക്ബീർ കൊണ്ടാണ് തുടക്കം. നിയ്യത്ത് ചെയ്തുകൊണ്ടല്ല തക്ബീർ. അപ്പൊ നിസ്കരിക്കുന്ന ആള് മുഹറന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നെങ്കിലും കരുതണം. അതിന്റെ പുറമെ വേറെയും കുറെ കരുതിയാൽ നല്ലതാണ്. ആ കരുത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാൻ വേണ്ടി കൈ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തി തുടങ്ങുമ്പോൾ തക്ബീറും തുടങ്ങുന്നു, ഉയർത്തി തീരുമ്പോൾ തക്ബീർ തീരുന്നു. അല്ലാഹു അക്ബർ. ഇനി കൈമെല്ലെ താഴ്ത്തി പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കെട്ടണം. ഇടത്തെ കൈയിന്റെ ഈ മണിബന്ധം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന രൂപത്തിലാണ് കെട്ടേണ്ടത്. അത് ഈ 3 വിരല് തണ്ടം കൈയിന്റെ മേലെ വെച്ച് 2 വിരല് 2 സൈഡിലാക്കി അങ്ങനെയും ആകാം, അല്ലാത്ത നിലക്ക് ഇങ്ങനെയും ആകാം. ഏതായാലും അവിടെയാണ് കൈ വെക്കേണ്ടത്. ചിലർക്ക് എവിടെയല്ലോ കൈ വെച്ച് കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. അത് അറിയാത്തത് കൊണ്ടാണ്. അതേപോലെ കൈ ഉയർത്തി തീരലും തക്ബീർ ഉയർത്തി തീരലും തക്ബീർ പറഞ്ഞു തീരലും ഒരേ സമയം, അതാണ് സുന്നത്തായ രൂപം. അല്ലാഹു അക്ബർ പിന്നെ താഴ്ത്തി വെക്കുക. അത് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ വെക്കുക. ശാഫി മദ്ഹബുകാരാണല്ലോ നമ്മൾ. ഹനഫി മദ്ഹബുകാർ അതിനെയും കാണാൻ കുറച്ചും കൂടി താഴ്ത്തി വെക്കണം. വേറെ ചില മദ്ഹബിൽ താഴ്ത്തിയിടാമെന്നുണ്ട്. ചിലര് പുത്തനാശയക്കാര് നെഞ്ഞത്തിങ്ങനെ ഈ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി ഡേഞ്ചർ എന്ന നിലക്ക് വെക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒറ്റ മദ്ഹബും ഇല്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ കൈകെട്ടി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം പറയാനാണ് ഞാനിത് പറയുന്നത്. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ. അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ നിസ്കാരത്തിൽ. എന്തിനാ? അല്ലാഹു വലിയവനാണ് എന്നാ പറയുന്നത്. നമ്മളാരും വലിയവരല്ല, വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഞാനൊരു വലിയവനാണ് എന്ന ഒരു കിബിർ പ്രസംഗിക്കാൻ വന്ന എൻ്റെ മനസ്സിൽ ഇതാ കുറെ ആളുകൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഞാനൊരു വലിയവനാണ് എന്ന ഒരു ചിന്ത വന്നാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും ദുഷ്ടനായി പോയി. ഒരു നേതാവിന്റെ മനസ്സിലും അതേ ഒരു പണ്ഡിതന്റെ മനസ്സിലും ഒരു വ്യക്തിയുടെ മനസ്സിലും ഞാനൊരു വലിയവനാണെന്ന ചിന്ത വരാൻ പാടില്ലല്ലോ. മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വദഅഹുല്ലാഹ്. താഴ്മ കാണിക്കുന്നവനെ അല്ലാഹു ഉയർത്തുന്നതാണ്, അതേസമയം അഹങ്കാരം കാണിക്കുന്നവനെ പടച്ചവൻ താഴ്ത്തി കളയുന്നതാണ്.
വലിയവനൊന്നേ ഉള്ളൂ. വലഹുൽ കിബ്രിയാ, അത് അല്ലാഹു മാത്രമാണ്. അവൻ വലിയവനാണ്. അവനല്ലേ ആകാശങ്ങളും ഭൂമികളും എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സികളും കരയും കടലും എല്ലും പല്ലും തോലും അതേ കിട്ടിയും ഹാർട്ടും ബ്രെയിനും എല്ലാം എല്ലാം പടച്ചവൻ റബ്ബല്ലേ. ആ റബ്ബ് വലിയവനാണ്. അവന്റെ നിയന്ത്രണത്തിലല്ലാതെ, അവൻ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ, അവൻ തരുന്ന സഹായം കൊണ്ടല്ലാതെ എനിക്കൊരക്ഷരം പറയാൻ കഴിയൂലല്ലോ. എനിക്കെന്റെ മനസ്സിലൊന്നും ഓർമ്മ വരില്ലല്ലോ. എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയൂലല്ലോ. എല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണല്ലോ. മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസ്സബി വന്നവീരി. ആ റബ്ബല്ലാതെ സൃഷ്ടിച്ചു കൊടുത്തവനില്ല, സൃഷ്ടിച്ചു കൊടുക്കുന്നവനില്ല, അവനല്ലാതെ നിയന്ത്രിക്കുന്നവനില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തീവണ്ടി നിയന്ത്രിച്ച ആളുണ്ട്, അതുപോലെ തന്നെ അതാ പൈലറ്റുണ്ട്, പ്ലെയിൻ നിയന്ത്രിക്കുന്ന ആളുണ്ട്, അതുപോലെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കാർ നിയന്ത്രിച്ച ഡ്രൈവറുണ്ട്. അതിനർത്ഥം അവരാണ് നിയന്ത്രിക്കുന്നത് എന്നല്ല, അതൊരു വാക്ക് പറയാണ്. നമ്മൾ നിയന്ത്രിക്കുന്നവര് അവരെയും കൂടി നിയന്ത്രിക്കുന്നവരും, എല്ലാ തീവണ്ടിയും നിയന്ത്രിക്കുന്നവരും, എല്ലാ കപ്പലും നിയന്ത്രിക്കുന്നവരും, എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എല്ലാം നോക്കി നടത്തുന്ന റബ്ബ് അവനാണ് അല്ലാഹ്. മറ്റുള്ളതൊക്കെ അവന്റെ നിയന്ത്രണത്തിന് കീഴിൽ അവൻ അപ്പോൾ കൊടുക്കുന്ന കഴിവ് കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ്. അല്ലാത്തൊരു നിയന്ത്രണം ആർക്കുമില്ലല്ലോ. യഥാർത്ഥത്തിൽ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലപ്പോ ഒരു കിതാബ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇന്ന ആളെ സൃഷ്ടിയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. അതിന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് വരും. പക്ഷേ സ്രഷ്ടാവ് അല്ലാഹ് മാത്രമാണ്. ഖാലിഖും മാലിക്കും മുദബ്ബിറും എല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു തന്നെ. ആ റബ്ബിന്റെ മഹത്വമാണ് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. അത് ആവർത്തിച്ച് നിസ്കാരത്തിൽ പറയുന്നത് എന്തിനാണ്? ഫത്ഹുൽ മുഈനിൽ കാണാം. നിസ്കാരം തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ മുഅ്മിനായ മനുഷ്യന് ഞാൻ മഹാനായ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള സംഭാഷണത്തിലാണെന്ന ബോധം ആവർത്തിച്ച് കിട്ടാനാണ് ഇടയ്ക്കിടെ അല്ലാഹു അക്ബർ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ, അല്ലാഹു അക്ബർ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് സൂചിപ്പിക്കുന്നത്. പലരുടെയും തക്ബീർ ബാത്തിലായി പോകുന്നു. അതെന്തുകൊണ്ടാണ് ബാത്തിലാകുന്നത്? അല്ലാഹു എന്ന് പറഞ്ഞതിന്റെ ശേഷം സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടികൾ ഇങ്ങോട്ട്, കുട്ടികളൊക്കെ ഇങ്ങോട്ട് നോക്കുക. കുട്ടികൾ പഠിക്കാനാ നോക്കേണ്ടത്, വർത്താനം പറയാനല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു എന്ന് പറഞ്ഞതിന്റെ ശേഷമുള്ള അക്ഷരം ആ എന്ന അക്ഷരമാണ്. ഏതുപോലെ അല്ലാ എന്ന് പറയുന്നതിന്റെ തുടക്കത്തിലുള്ളതും ആ എന്ന അക്ഷരമാണ്. പക്ഷേ പലരും അല്ലാഹു അക്ബർ എന്ന് പറയും. അത് തെറ്റാണ്, ബാത്തിലാണ്. എന്താ കുഴപ്പം? അല്ലാഹു എന്നതിന് ശേഷം ആ എന്ന് ഉച്ചരിച്ചിട്ടില്ല. എന്താ ഉച്ചരിച്ചത്? വാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞേ, അല്ലാഹു അക്ബർ ആയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്ബീർ ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ, അക്ബർ എന്ന ആ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ചൊല്ലണം. ഇതുപോലെ തിരക്കിട്ട് ഫാത്തിഹ ഓതുമ്പോ ചിലര് അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഓതും. അപ്പൊ ഒരു മീം ഉണ്ടാവില്ല. അർറഹ്മാനിർ റഹീം എന്നതിന്റെ ലാസ്റ്റ് ഒരു മീമുണ്ട്, മാലികി യൗമിദ്ദീൻ എന്നതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട്.
ആ രണ്ട് മീമ് ഓതണ്ടേ, എന്നാലേ ഫാത്തിഹ ഉള്ളൂ. അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഓതിയ ഒറ്റ മീമല്ലേ വന്നുള്ളൂ. അപ്പൊ അവിടെയും ശ്രദ്ധിക്കണം. അർ-റഹ്മാൻ റഹീം ശേഷം ഒരു നമ്മുടെ ചുണ്ടൊന്ന് പരസ്പരം അകറ്റി, എന്നിട്ട് മാലിക് യൗമിദ്ദീൻ ഒരു ശ്വാസം എടുത്താൽ ഉഷാറായി. മാലിക് യൗമിദ്ദീൻ അല്ലെങ്കിൽ അർ-റഹ്മാൻ റഹീം എന്ന് ആ അവസാനത്തെ മീമിന് കസ്ർ ചെയ്തിട്ട് അടുത്ത മീം ഓതണം. അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. ഇപ്പൊ രണ്ട് മീമും കിട്ടി. അർ-റഹ്മാൻ റഹീം മാലിക് എന്ന് ഓതിയാ ഒരു മീമ് പോയി പോകും. അപ്പൊ ഫാത്തിഹ ബാത്തിലാവും, നിസ്കാരം ബാത്തിലാവും. വളരെയേറെ ശ്രദ്ധിക്കണം. ഇതേപോലെ 2-3 സുന്നത്തായ ദിക്റുകളും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. പലരും അവിടെ ചൊല്ലൽ എങ്ങനെയായിരുന്നു? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, റബ്ബിയൽ ലാ എന്നല്ല, റബ്ബിയൽ അഅ്ലാ. റബ്ബിയൽ എന്ന് സുകൂൻ ചെയ്തിട്ട് അ എന്ന അക്ഷരം മൊഴിയണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇതുപോലെ സുബ്ഹാന റബ്ബിയൽ അളീം, റബ്ബിയൽ അളീം ഐന് മൊഴിയണം. അവിടെ പലരും സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയും, ശരിയാവില്ല. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി ഐന് മൊഴിയണം. ഇങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാം. ആത്മീയ സംസ്കരണം കിട്ടണമെങ്കിൽ കൃത്യമായി ശരിക്കും നിസ്കരിക്കുന്നവരാണോ, അല്ലെ പിന്നെ ഒരു ആത്മസംസ്കരണം ഉണ്ടാവില്ല. ചിലരുണ്ട് നിസ്കരിക്കാതിരുന്നാൽ ഔലിയാവും എന്നൊക്കെ വിചാരിക്കുന്ന കടുജാഹില്യങ്ങൾ. ഔലിയല്ല, തെമ്മാടിയാവും. മനസ്സിലായില്ലേ? നിസ്കാരം അതില്ലെങ്കിൽ പിന്നെ എന്ത് മുസ്ലിം? ഫർഖു മാ ബൈനൽ മുസ്ലിമി വൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെയും മുസ്ലിമായ മനുഷ്യന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം തന്നെ ഫർഖു മാ ബൈനനാ വ ബൈനൽ മുശ്രികീന തർക്കു സ്വലാത്ത്. മുശ്രിക്കുകൾ നിസ്കരിക്കൂല, അതേപോലെ തന്നെ അവിശ്വാസികൾ നിസ്കരിക്കൂല. അതേസമയത്ത് മുസ്ലിമീങ്ങൾ നിസ്കരിക്കും. അതുകൊണ്ട് നിസ്കാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. അതേ, ഇസ്ലാം 5 കാര്യത്തിന്റെ മേലെടുക്കപ്പെട്ടതാണ്. മുസ്ലിമാകണോ 5 കാര്യം വേണം. ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് ശഹാദത്ത് കലിമയാണ്. രണ്ടാമത്തത് ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിർവഹിക്കലാണ്. നിസ്കാരം മുറക്ക് നിർവഹിച്ച് നിലനിർത്തലാണ്. വഇതാഇസ് സകാത്ത്, സകാത്ത് കൊടുത്തു വീട്ടലാണ്. ഹജ്ജിൽ ബൈത്ത്, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യലാണ്. വസൗമി റമദാൻ, റമദാനിലെ നോമ്പാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതില്ലാതെ പിന്നെ എന്ത് മുസ്ലിമാണ്? ആ നിസ്കാരം നിർവഹിക്കുമ്പോ അബദ്ധം വരാതെ നിസ്കരിക്കണം. അതിനു വേണ്ടി പറയാണ്. ഞാനിപ്പോ അടുത്ത് ദുബായിൽ ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ നിസ്കരിക്കാൻ പറ്റും. അതിന്റെ ശേഷം ഞാൻ ഏകദേശ പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ടീഷർട്ട് ഇടുന്നതിന് ഹറാമൊന്നുമില്ല, ഹാഫ് ഷർട്ട് ഇടുന്നതിന് ഹറാമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇൻസൈഡ് ആക്കിയിട്ടില്ല. ഇൻസൈഡ് ആക്കിയെങ്കിൽ കുഴപ്പമില്ലേനു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ അയാൾ പാൻറ് എടുത്തിട്ടുണ്ട്, അല്ലെ തുണി എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അയാൾ വന്ന് നിസ്കാരത്തിൽ കടക്കുന്നതിന് മുമ്പ് ഈ ഷർട്ടിന്റെ മുൻഭാഗത്ത് 2 ഭാഗവും പിടിച്ചൊന്ന് താഴ്ത്തി, ബേക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി, ഒന്ന് നിവർത്താൻ വേണ്ടി. അതിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരത്തിന് മുമ്പല്ലേ. പിന്നെ തക്ബീർ ചൊല്ലിയപ്പോൾ ശൈത്താൻ ഇബ്ലീസ് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു, നമ്മളെ ടീഷർട്ട് ചുളിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഹാഫ് ഷർട്ട് ചുളിഞ്ഞിട്ടുണ്ട് എന്നുള്ള ധാരണ ഇബ്ലീസ് തോന്നിപ്പിച്ചു. അദ്ദേഹം മുന്നിലും പിടിച്ചൊന്ന് താഴ്ത്തി, ബേക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി. അത് ഇടക്കിടക്ക് ഇങ്ങനെ താഴ്ത്തുന്നുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി. ഇയാൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ പഠിച്ചവനെ. കാരണം എന്റെ ചെറുപ്പക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാത്തവരും ശ്രദ്ധിക്കണം. ഈ ഹാഫ് ഷർട്ട് ധരിച്ചിട്ട് നിസ്കാരത്തിൽ 2 കൈയും എടുത്ത് വലത്തും ഇടത്തും വെച്ച് മുന്നിലൊന്ന് പിടിച്ച് താഴ്ത്തി, ബേക്കിലൊന്ന് പിടിച്ച് താഴ്ത്തിയാൽ നിസ്കാരം ബാത്തിലാണ്. കാരണം അവിടെ 4 അനക്കം വന്നു. 3 അനക്കം കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാകും.
ഇവിടെ 4 അനക്കം വന്നു. അതുകൊണ്ട് പറയട്ടെ, ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അച്ചടക്കത്തോടെ നിസ്കരിക്കണം. നിസ്കാരം ഹജ്ജ് പോലെയല്ല, നോമ്പ് പോലെയല്ല. നോമ്പ് നമുക്കറിയാം, രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെ ആ മഹത്തായ ഇബാദത്തിലാണ്. പക്ഷേ ആ ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബിസിനസ് നടത്താം, നമുക്ക് ജോലി എടുക്കാം, നമുക്ക് വാഷ്റൂമിലേക്ക് പോകാം, ടോയ്ലറ്റിൽ പോകാം, അങ്ങനെ പലതും ചെയ്യാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല, അങ്ങനെ പലതും പറ്റാത്തതുണ്ട്. ഇതുപോലെ ഹജ്ജിന് പോകുന്നവരുണ്ടല്ലോ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഹജ്ജിന് തൗഫീഖ് നൽകട്ടെ. പോകുന്നവർക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ട നിലക്ക് സർവ്വ അമലും ചെയ്ത് തിരിച്ചു വരാൻ അല്ലാഹു തആല എളുപ്പം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഈ പ്രസംഗം ഒരു പക്ഷേ മറ്റ് നാടുകളിലുള്ളവരും കേൾക്കാൻ സാധ്യതയുണ്ടാകുമെന്ന നിലക്ക് ഞാൻ പറയുന്നു. ഈ വരുന്ന 6-ാം തീയതി കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഹജ്ജ് ക്ലാസ് ഉണ്ട്. ഒരു 9:30 മണി ഏകദേശ സമയത്ത് തുടങ്ങി 4 മണി വരെ തുടരുന്ന ഹജ്ജ് ക്ലാസ് എല്ലാ വർഷവും സാധാരണയായി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സൽക്കർമ്മമാണ് ഹജ്ജ് ക്ലാസ് എടുത്തു കൊടുക്കുക എന്നത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പ്രാവശ്യം ഇലക്ഷനൊക്കെ ആയിട്ട് അല്പം വൈകിപ്പോയി. ഇരിക്കട്ടെ, പറ്റാവുന്നവർക്ക് വരാമല്ലോ, കേൾക്കാമല്ലോ, സ്ഥാപനവും കാണാമല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതേ ഹജ്ജ് എന്ന അമല്, അതേ നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, ഞാൻ ഹജ്ജിനെ കരുതി അതുകൊണ്ട് ഇഹ്റാം ചെയ്തു എന്ന് അതാ മനസ്സിൽ വിചാരിച്ചു അതൊന്ന് നാവ് കൊണ്ട് പറയുകയും കൂടി ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ഹജ്ജിലേക്ക് കടന്നാൽ ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്, ആദ്യത്തെ തൽബിയത്ത് അങ്ങനെയാണ് നല്ലത്. ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്, പിന്നെ അങ്ങോട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ആ ഹജ്ജിനെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, മുടി മുറിക്കാൻ പറ്റൂല, നഖം മുറിക്കാൻ പറ്റൂല, അതേ പുരുഷന്മാർക്ക് തലമറക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. പക്ഷേ ആ ഹജ്ജിനിടയിൽ നമുക്ക് ഓടാം, ചാടാം എന്നല്ല. ചില സ്ഥലത്ത് ഓടണം, ചില സ്ഥലത്ത് എറിയണം, ചില സ്ഥലത്ത് നടക്കണം. അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ഹജ്ജ് എന്ന ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. ബിസിനസ് നടത്താം, വാങ്ങാം, കൊള്ളാം, ഭക്ഷണം കഴിക്കാം, അതേ വെള്ളം കുടിക്കാം. അത് നോമ്പ് പോലെയല്ല. എന്നാൽ ഭാര്യയുമായി ബന്ധപ്പെടൽ പറ്റൂല. ഇങ്ങനെ ഹജ്ജിന് കുറെ നിയമങ്ങളുണ്ട്. നിക്കാഹ് ചെയ്യാൻ പറ്റൂല. ഇഹ്റാം ചെയ്തതിന് ശേഷം ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ പറ്റൂല. അതുപോലെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അമോശനാകാനും പറ്റൂല. അങ്ങനെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നിസ്കാരം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എന്തേ? നിസ്കാരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ്. ആ നിസ്കാരം നടത്തുമ്പോൾ അതിനിടയിൽ ബിസിനസ് പറ്റൂല, വാങ്ങല് പറ്റൂല, വിക്കല് പറ്റൂല, ബാത്റൂമിൽ പോകല് പറ്റൂല, നടക്കല് പറ്റൂല, അതുപോലെ തന്നെ ഓടാൻ പറ്റൂല, എറിയാൻ പറ്റൂല. അങ്ങനെ പലതും നിസ്കാരത്തിൽ പറ്റൂല. നിസ്കാരം എങ്ങനെയാകണം? അച്ചടക്കത്തോടെ ആകണം. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന് പറഞ്ഞ് റബ്ബുമായുള്ള സംഭാഷണമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യമായ വ്യക്തിയുമായി സംഭാഷണം നടത്തുന്നതിനിടയിൽ നിങ്ങളിങ്ങനെ മാന്താൻ നിൽക്കുമോ? നിങ്ങളിങ്ങനെ കുപ്പായം പിടിച്ച് താഴ്ത്താൻ നിൽക്കുമോ? നിങ്ങൾ കൈയിങ്ങനെ ആട്ടാൻ പോകുമോ? ഒരു മഹാനായ മനുഷ്യനോട് സംസാരിക്കുമ്പോ എത്ര അച്ചടക്കത്തിലാണ് നിങ്ങൾ സംസാരിക്കുക? എന്നാൽ എല്ലാ മഹാന്മാരെയും, എല്ലാ രാജാക്കന്മാരെയും, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബിനോട് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നിങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുന്ന സംഭാഷണമല്ലേ നിസ്കാരം. ആ നിസ്കാരത്തിൽ കടന്നു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കയ്യനക്കല്ലേ, കാലനക്കല്ലേ, തല അനക്കല്ലേ, ഒരൊറ്റ നൃത്തം അങ്ങ് നിൽക്കണം. കയ്യും കെട്ടി ഒരൊറ്റ നൃത്തം. എന്നിട്ട് വേണം വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. വജ്ജഹ്തു ഓതാനും ഫാത്തിഹ ഓതാനും സർവ്വ കാര്യവും ചെയ്യാൻ അച്ചടക്കത്തോടെ ഒരേ നൃത്തം നിൽക്കണം.
നിസ്കാരത്തിൽ ആവശ്യമായ അനക്കങ്ങൾ, റുക്കുവിലേക്ക് പോകണം, ഇത്തിദാലിലേക്ക് വരണം, അതൊക്കെ ആകാം. അതുപോലെ ചില സ്ഥലത്ത് കൈ ഉയർത്തണം, അത് ഉയർത്തണം. നിസ്കാരത്തിൽപ്പെട്ടതല്ലാത്ത ചലനങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ചിലരുണ്ട് സമയല്ലാഹു ലിമൻ ഹമീദ, പിന്നെ കൈ ഇങ്ങനെ ആടി ആടി കുറെ ആടിയിട്ടാ പിന്നെ നിൽക്കുക. ഈ ക്ലോക്കിന്റെ പെന്നൽ ആടുന്ന പോലെ ഇങ്ങനെ ആടും. നിസ്കാരം ബാത്തുലായി പോകും. കൈ താഴ്ത്തി അച്ചടക്കത്തിലോട്ട് വെച്ചോളണം. സുബ്ഹാനല്ലാഹ്, പലരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവനവന്റെ നിസ്കാരം പോയി പോകുന്നു. ഞാൻ പറഞ്ഞത് മദ്രസയെ സംബന്ധിച്ചാണല്ലോ. മദ്രസകളിൽ നമ്മുടെ മുഅല്ലിമീങ്ങൾ ചെറുപ്പത്തിലെ മക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ നന്നായി പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രാക്ടിക്കലായി കുട്ടികളെ നിസ്കരിപ്പിച്ച് പഠിപ്പിക്കണം. വെറും നിസ്കാരത്തിന്റെ ഫർളും ശർത്തും ചൊല്ലിക്കൊടുത്ത് പരീക്ഷയിൽ മാർക്ക് വാങ്ങിയാൽ പോരാ. അതേ, വഅദ്ദീ സകാത്തൽ ജാഹി ഫലം ബി അന്നഹാ കബിഥിലി സകാത്തിൽ മാലി തമാനി സാബുഹാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാചക, സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. സ്ഥാനത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ, അതെ, എന്നെ വഅദ് പറയാൻ ക്ഷണിച്ചാൽ വഅദ് പറയുന്ന മുസ്ലിയാർ എന്നൊരു സ്ഥാനം എനിക്ക് അള്ളാഹ് തന്നതാ. അപ്പൊ ഞാൻ എന്ത് വേണം? എന്റെ സക്കാത്ത് കൊടുക്കണം. എന്റെ സക്കാത്ത് എന്താ? എനിക്കറിയുന്നത് പറയണം. എനിക്കറിയുന്നത് പറയണം. ഞാൻ കുറെ ലേലം ചെയ്ത് കുറെ സമയം പൊക്കിയാ പോരാ. മറിച്ച് എനിക്കറിയുന്നത് ഞാൻ പറയണം. അതെന്റെ ഉത്തരവാദിത്തം. ലേലം ചെയ്യൽ ഹറാമാണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ലേലം ചെയ്യുമ്പോൾ ചില ഹറാമായ ലേലം ഉണ്ട്. അതെങ്ങനെ? മറ്റവന്റെ തലയിലിടണമെന്ന് വിചാരിച്ച് ലേലം ചെയ്യാം. ലേലം ചെയ്യുന്നവന്റെ ഉദ്ദേശം സാധനം എടുക്കലല്ല, വില കൂട്ടി പറയുന്നത് പറഞ്ഞ് പറഞ്ഞ് വേറൊരുത്തന്റെ തലയിൽ മറിക്കണമെന്ന് വിചാരിച്ചിട്ടാ. എന്നാലത് ഹറാമാണ്. നേരെ മറിച്ച് കൂടുതൽ വില കൊടുത്തെടുക്കണം, അത് വില കൂടുതൽ കൊടുത്തിട്ടെങ്കിലും എനിക്ക് കിട്ടണം എന്ന വിധത്തിലാണെങ്കിൽ അത് ഹറാമാവൂല. അല്ലാതെ വേറൊരുത്തന്റെ തലയിൽ മറിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ലേലമെങ്കിൽ ഹറാമാണ്. ഓ സഹോദരന്മാരെ, സകാത്തൽ ജാഹി ഫലം ബി അന്നഹാ കമിഥിലി സകാത്തിൽ മാലി തമാനി സാബുഹാ. കണക്ക് തികഞ്ഞ സ്വത്തിന് സക്കാത്ത് കൊടുക്കുന്നത് പോലെ ഓരോരുത്തരും അവനവന്റെ സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. മദ്രസയിലെ ഉസ്താദുമാർക്ക് അല്ലാഹ് കൊടുത്തൊരു സ്ഥാനമാണ് ഉസ്താദാകാനുള്ള സ്ഥാനം. അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്. അവര് വലിയ ഭാഗ്യവാന്മാരാണ്. ഒരു പക്ഷേ അവരെ ശമ്പളം ചെറുതായതുകൊണ്ട് സാധാരണക്കാർക്ക് അവർ പാവങ്ങളാണെന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെ ഒരു വിവരക്കേട് വേണ്ട കേട്ടോ. അത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്. അവർക്ക് റബ്ബിന്റെ അടുക്കൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വലിയ സ്ഥാനമാണ്. സുഹൃത്തുക്കളെ, ഇന്നല്ലിലാഹ വഅഹ്ല കുല്ലി സമാഇഹി വൽഅർദി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി ഹബീബു അലല്ലദി ഖദ് അല്ലബൽ ഖൈറൽ മുനാസബു സലാം. അല്ലാഹു അവർക്ക് അതാ അനുഗ്രഹം ചെയ്യുന്നു. മലക്കുകൾ അവർക്ക് അനുഗ്രഹം ചൊരിക്കുന്നു. അതേ, കടലിലുള്ള മത്സ്യങ്ങൾ വരെ, ഭൂമിയിലൂടെ പോകുന്ന ഉറുമ്പുകൾ വരെ ഇൽമു പഠിപ്പിക്കുന്നവർക്ക് അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുന്നു. അവര് വലിയ പവറുള്ളവരാ. ആ ഉസ്താദുമാർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം അല്ലാഹ് തന്നിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം. ശരിക്കും പ്രാക്ടിക്കലായി നിസ്കാരവും വുദൂഒക്കെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ അവർ കൃത്യമായി ഈ മദ്രസയിൽ ഹാജരാകണം. സമയം വൈകാൻ പാടില്ല. അതേപോലെ അവരെ നന്നായി പ്രചോദിപ്പിക്കുന്ന വിധം കമ്മിറ്റിക്കാരൊക്കെ നല്ല ശമ്പളവും കൊടുക്കണം. നമ്മളെ ഉസ്താദ് യാചിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ധാരണ നമ്മുടെ സമുദായത്തിനുണ്ടാകണം. അതിന് നല്ല ശമ്പളം കൊടുക്കണം. അതെങ്ങനെ കമ്മിറ്റിക്കാർ കൊടുക്കുക? നമ്മളെല്ലാവരും അങ്ങോട്ട് കൊടുക്കുക നല്ലോണം കമ്മിറ്റിയിലേക്ക്. അപ്പൊ കമ്മിറ്റി അങ്ങ് കൊടുക്കൂലേ? അതിനൊക്കെ ഉള്ളൊരു നല്ല മനസ്സ് നമുക്ക് വേണം. നമ്മുടെ ഖൽബ് നന്നാകണം. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സ്വർഗമാണ് സങ്കേതം. ആർക്കാണത്?
പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന പേടിയോടുകൂടെ അതാ ജീവിതം നയിക്കുന്നവർ. കുട്ടികളെ ഇങ്ങോട്ടോ, ആരാണ് അവിടെ സംസാരിക്കുന്നത്? വയല് പറയുമ്പോൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കേണ്ടവർ പുറത്തു പോയിട്ട് സംസാരിക്കും. ഇൽമു പറയണം, അതിനൊരു അദബുണ്ട്. ഓ സഹോദരന്മാരെ, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ് നാം. ആ റബ്ബ് നമ്മുടെ രഹസ്യം അറിയുന്നവരാണ്, നമ്മുടെ പരസ്യമറിയുന്നവരാണ്. മഹാനായ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്ന് ചോദിച്ചില്ലേ, എനിക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാനാവൂല, ഞാൻ തെറ്റ് ചെയ്തോട്ടെ? ഇബ്രാഹിമിനു അദ്ഹം തങ്ങൾ എന്താ പറഞ്ഞത്? നീ തെറ്റ് ചെയ്തോ, പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്തേ? നീ അല്ലാഹ് കാണാത്ത സ്ഥലത്ത് നിന്ന് തെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ തങ്ങളെ? പിന്നെ നീ അല്ലാഹ് കാണത്തന്നെ തെറ്റ് ചെയ്യാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്തോ, പടച്ചവന്റെ ഭൂമിയിൽ നിന്ന് ചെയ്യണ്ട, വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്തോ. അല്ലാഹ് അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ? അപ്പൊ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവൻ തന്നെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളുമൊക്കെ ഓരോ സെക്കൻഡിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു കാണത്തന്നെ അവന്റെ ഭൂമിയിൽ നിന്ന് നീ അവന് എതിര് പ്രവർത്തിക്കുകയോ? ഓ ചെറുപ്പക്കാരെ, നമുക്ക് കുറഞ്ഞ കാലമല്ലേ ജീവിതമുള്ളൂ. നമ്മളാകെ ജീവിച്ചാൽ ഒരു 90-100 കൊല്ലം ജീവിക്കുമെന്ന് കരുതിയാൽ തന്നെ അതോടെ ജീവിതം തീർന്നില്ലേ? എന്നാൽ നമുക്ക് പടച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള യാത്ര, മരണം കഴിഞ്ഞാലുള്ള ജീവിതം, അത് 100 കോടി വർഷമാണോ? അല്ല, 1 കോടി വർഷമാണോ? കോടി 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 കോടി. ഞാൻ എന്റെ മരണം വരെ ആവർത്തിച്ച് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതം തീരൂലല്ലോ. അത്രയും തീരാത്ത ജീവിതത്തിനല്ലേ മനുഷ്യൻ സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫർളായ അമലുകളൊക്കെ കൃത്യമായി നിർവഹിക്കണം. സുന്നത്തുകൾ അതാ കഴിവിന്റെ പരമാവധി എടുക്കാൻ നോക്കണം. പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. അതേപോലെ തന്നെ അതാ സുന്നത്തുകൾ ജീവിതത്തിൽ നന്നായി പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണം. ഹറാമുകളിലേക്ക് കടന്നു പോകരുത്. ഒരിക്കലും ഒരു സ്നേഹിതന്റെ കൂടെയും മദ്യപിച്ച് പോകരുത്. ഒരിക്കലും തന്നെ ഹറാബ് നോക്കരുത്. ഒരന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യരുത്. ഒരന്യ പെണ്ണിലേക്ക് നോക്കി പോകരുത്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം നയിക്കണം. നമ്മളെ കണ്ണ് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. കാത് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കാതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒരിക്കലും മറ്റൊരാളുടെ ഗീബത്ത് പറയുന്നത് നമ്മൾ കേൾക്കരുത്. കളവ് പറയുന്നത് കേൾക്കരുത്. പറയൽ ഹറാമായതുപോലെ കേൾക്കലും ഹറാമാണ്. ഗീബത്ത് കേൾക്കൽ ഹറാമാണ്, പറയലും ഹറാമാണ്. ഏഷണി പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്ന, പാരവെക്കുന്ന ഏർപ്പാട് അത് ഹറാമാണ്. നമുക്കല്ല തന്ന നാവ് കൊണ്ട് ചീത്ത പറയരുത്, തെറി പറയരുത്. റബ്ബ് തന്ന നാവ് ദിക്റ് ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്, ഖുർആൻ ഓതാനാണ്. നമ്മുടെ മഈശത്തിന് ആവശ്യമായ സംസാരത്തിന് വേണ്ടിയുള്ളതാണ്. നല്ല കാര്യം പറയാനാണ്. അതിലൂടെ ഹറാം ചെയ്യരുത്. കണ്ണുകൊണ്ട് ഹറാം, അന്യ പെണ്ണിലേക്ക് നോക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് 2 ചെറുപ്പക്കാര് വന്നിട്ട് എന്നോട് സങ്കടം പറഞ്ഞു. സിറാജുൽ ഹുദയിൽ നേർച്ച കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സ്വന്തം മകൾ, സുബ്ഹാനല്ലാഹ്, ബാപ്പയും ഉമ്മയും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ ശ്രമിക്കുകയാണ്. അതിന്റെ പേരിൽ വളരെ ആശങ്കയോടെ വന്നതാണ്. റബ്ബേ, ആ കുടുംബത്തിന് നീ സമാധാനം
സമാധാനം നൽകണം അല്ലാ. ആ പെൺകുട്ടിയുടെ മനസ്സ് നീ നന്നാക്കണം അല്ലാ. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ പലരും അന്യപുരുഷന്മാരെ കൂടെ ഇറങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് അന്യപുരുഷന്മാര് അതാ മറ്റ് സ്ത്രീകളെയും കൂട്ടി നടക്കുന്നത്? അതിന്റെ എല്ലാം ഉത്ഭവം കണ്ണല്ലയോ, കണ്ണല്ലയോ. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുർആനിൽ അല്ലാഹ് പറയൂ നബിയേ, അതാ മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയൂ, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരെ കണ്ണ് അടക്കട്ടെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ല. ഇപ്പോഴുണ്ടല്ലോ ചില കല്യാണങ്ങള്, സുബ്ഹാനല്ലാഹ്, പുതിയ നിക്കാഹങ്ങ് കഴിയുമ്പോ ആ പെണ്ണിനെ കാണാൻ വേണ്ടി അവളെ പ്രദർശിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുകയാണ്. കാണുന്ന പുരുഷന്മാരൊക്കെ പുതിയ പെണ്ണിനെ നല്ല അലങ്കാരത്തിൽ ഇങ്ങനെ കാണുകയാണ്. പച്ച ഹറാം, പച്ച ഹറാം. കാണാൻ വേണ്ടി പെൺകുട്ടികളെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് പച്ച ഹറാം. മുസ്ലിം സമുദായം ഇങ്ങനെ പലപ്പോഴും പലരും പറയും നമുക്ക് പ്രശ്നങ്ങളാണ്, ഫലസ്തീനിൽ പ്രശ്നമാണ്, പല സ്ഥലത്തും പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ കയറിയിട്ട് കൊല നടക്കുകയാണ്, അതിന്റെ അപ്പുറത്ത് പലതും സംഭവിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പലരും പറയും. ഓ മനുഷ്യ, നീ അള്ളാഹിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? ഓ സമുദായമേ, നിങ്ങൾ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഏതൊക്കെ വിധത്തിലാണ് വരുന്നതെന്ന് ആർക്കാണ് ഇവിടെ പറയാൻ കഴിയുക? സുബ്ഹാന ജല്ല ജലാലുഹു. ഈ അടുത്തൊരു ഇലക്ഷൻ കഴിഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്. ഇലക്ഷനിലുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോ അവരെ കൂടെ പോയി സെൽഫി എടുത്ത എത്ര പെൺകുട്ടികളാണ് മുസ്ലിം പെൺകുട്ടികൾ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത എത്ര പെൺകുട്ടികളാണ്. അവർ കൈ കൊടുത്ത എത്ര പെൺകുട്ടികളാണ്. ഈ പച്ച ഹറാം ലോകത്ത് നടക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്രിസ്തുമത സഹോദരന്മാർക്കൊരു ഏർപ്പാടുണ്ട്. ഞാൻ എൻ്റെ ഒരു വലിയ ബിൽഡിംഗ് എടുത്ത ഒരു ചേട്ടൻ ഒരു ക്രിസ്തീയ സഹോദരന്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ പോയിരുന്നു. ഞാൻ അവിടെ ചെന്ന് വരാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൾ, വിവാഹം നടക്കുന്ന മകളെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാണ് എനിക്ക് കാണിക്കാനേ. ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോഴങ്ങനെ ഒരു പരിപാടി. സുബ്ഹാനല്ലാഹ്, വലിയ മൗലവിമാര് വരെ ഓളെ കുട്ടീനെ കാണണ്ടേ. എന്ത് കുട്ടീനെ കാണണ്ടേ? പുതിയാപ്പിളയാൻ വേണ്ടി വന്നതാ ഇവ. ഈ വന്ന മൗലവിയാര് കുട്ടീനെ കണ്ട് കെട്ടാൻ വന്നതാ. തോന്നിവാസം ചെയ്യുന്ന അതിരില്ലേ? കാണുന്ന പെൺകുട്ടികളൊക്കെ കാണുന്ന പുരുഷന്മാർക്ക് കാണിക്കല. ഓ സഹോദരന്മാരെ, തഖ്വയോടെ ജീവിക്കണം. നമ്മളെല്ലാ വിഷയത്തിലും നല്ല ചിന്ത വേണം. നമ്മുടെ മുൻഗാമികൾ ജീവിച്ച വഴിയിൽ ചിന്തിക്കണം. ആത്മീയ സംസ്കരണം എന്ന് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. അത് നമുക്ക് സ്വന്തത്തിൽ തന്നെ ഉണ്ടായി വരേണ്ട സംഗതിയാണ്. ഒരിക്കലും തന്നെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കിക്കൂടാ. എത്രത്തോളം എന്നറിയോ? ഇമാമിങ്ങൾ പറഞ്ഞു, അതേ പെൺകുട്ടികളെ മുഖത്തേക്ക്, അന്യ സ്ത്രീകളെ മുഖത്തേക്ക് തീരെ നോക്കിക്കൂടാ. എന്നാൽ വികാരമുണ്ടെങ്കിലും നോക്കിക്കൂടാ, വികാരമില്ലെങ്കിലും നോക്കിക്കൂടാ. വികാരമില്ലെങ്കിൽ നോക്കാം, വികാരമുണ്ടെങ്കിലും നോക്കിക്കൂടാ. ആരുടെ മുഖത്ത്? നല്ല കൗമാരപ്രായമുള്ള ഭംഗിയുള്ള മുഖമുള്ള ആൺകുട്ടികൾ, തടിമിശി മുളക്കാത്ത നല്ല ഭംഗിയുള്ള ആൺകുട്ടികൾ, അവരെ മുഖത്ത് നോക്കലും വികാരത്തോടെയാണെങ്കിൽ ഹറാം. വികാരമില്ലെങ്കിലും ഹറാമാണെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള കുട്ടി വന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൂണിന്റെ മറുവശത്ത് ഇരുത്തിയിട്ട് ദർസ് നടത്തി ഇമാം അബൂ ഹനീഫ. മുഖത്ത് കണ്ണ് പെട്ടു പോകാതിരിക്കാനാണ്. ആവശ്യത്തിന് നോക്കിയാൽ
തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലത് തീരെ നോക്കാതിരിക്കലാണല്ലോ എന്നതിനു വേണ്ടി തൂണിന്റെ മറുവശത്ത് വെച്ചിട്ട് ദർസ് നടത്തി. കാലം കുറെ കഴിഞ്ഞ് ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് കുറെ ചീർപ്പ് ഒരാള് ഹദിയ കൊണ്ട് കൊടുത്തപ്പോ മുതഅല്ലിമീങ്ങൾക്കെല്ലാം ചീർപ്പ് വിതരണം ചെയ്തു. മുഹമ്മദ് ഇബ്നു അൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന മുതഅല്ലിമിന് കൊടുത്തില്ല. കുട്ടികൾ പറഞ്ഞു മുഹമ്മദിന് കിട്ടിയിട്ടില്ല. മക്കളെ, താടിയില്ലാത്തവൻ എന്തിനാ ചീർപ്പ്? ഉസ്താദേ, അവന് താടി മുളച്ചിട്ട് കാലം കുറെ ആയി, ഉസ്താദ് കണ്ടിട്ടില്ല. സൂക്ഷ്മതയാണത്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ പറയുന്നില്ല എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി പറയട്ടെ. ഞാൻ മഖ്ബറ സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പോ ചില കുട്ടികൾ വന്ന് എനിക്ക് കൈ തരാൻ നോക്കി. ആ മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവരുടെ ഉദ്ദേശം ബർക്കത്താണ്. പക്ഷേ ഞാൻ പലർക്കും കൈ കൊടുക്കാതെ ഇറങ്ങി വന്നു. ഇങ്ങനെ പല സ്ഥലത്തും നടക്കാറുണ്ട്, ഇവിടെയും നടന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറയട്ടെ, ആ കുട്ടികൾക്ക് തോന്നും ഉസ്താദിന് കൈ നീട്ടിയിട്ട് ഉസ്താദ് കൈ തന്നില്ലല്ലോ, ആ മക്കളെ തെറ്റിദ്ധാരണ തിരുത്തണമല്ലോ. പറയട്ടെ, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈ കൊടുക്കൽ ഹറാമാണ്. അവർക്ക് കൈ കൊടുക്കൽ ഹറാമാണെന്ന് മാത്രമല്ല, മറയില്ലാതെ തൊടുന്നത് തന്നെ ഹറാമാണ്. നമ്മളിപ്പോ ഇങ്ങനെ പോസ്കോ നിയമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയുമല്ലോ. ഇന്ത്യ രാജ്യത്ത് എല്ലാ പോസ്കോ നിയമവും വരുന്നതിന് മുമ്പ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ് ഞാൻ പറഞ്ഞത്. ശാഫഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹഫയിൽ തന്നെ അക്കാര്യം പച്ചയായി എഴുതി വെച്ചത് കാണാം. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ ശരീരം അതേ ബാപ്പയോ അല്ലെങ്കിൽ ഉപ്പാപ്പയോ തൊടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അല്ലാത്തവർ തൊടൽ, മറയില്ലാതെ തൊടൽ ഹറാമാണ്. ഹറാമുകൾ ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് അടുക്കാൻ കഴിയൂല. കഞ്ചാവ് വലിച്ചുകൊണ്ട് നന്നാകാൻ കഴിയൂല. പോയിരിക്കുന്നത് മഖ്ബറയുടെ പരിസരത്താണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ ചില ചങ്ങാതികൾ, മഖ്ബറിന്റെ പരിസരത്ത് പോയിട്ട് കഞ്ചാവ് വലിക്കുന്നവര്. അതേ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണാൻ കഴിഞ്ഞേക്കാം. അതിനൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദികളല്ല. അവരെ തമ്മാടിത്തമാണത്. ഹറാമ് ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഉജൂബായ നിർബന്ധമായ കാര്യം കൈയൊഴിച്ചുകൊണ്ട് അടുക്കാൻ കഴിയില്ല. നമുക്ക് തസ്കിയത്ത് വേണോ? അല്ലാഹ് പറയുന്നത് ആലിക അസ്കാലഹും, സംസ്കരണം വേണോ? നിങ്ങളെ കണ്ണ് സൂക്ഷിച്ചോളണം, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, നല്ല സംഭാവന കൊടുത്തേക്കണം. ഞാൻ നിർത്താൻ പോകണം. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകളും അന്യപുരുഷന്മാരിലേക്ക് നോക്കരുതെന്ന് ഖുർആൻ. അന്യപുരുഷന്മാരിലേക്ക് സ്ത്രീകളും നോക്കരുത്, അതും തെറ്റാണ്. ചില അഭിപ്രായങ്ങളുണ്ട് ചില പണ്ഡിതന്മാർക്ക്. വികാരമില്ലാതെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഹറാമില്ലെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ പ്രബലാഭിപ്രായത്തിൽ അതും ഹറാമ് തന്നെ. ആകയാൽ നോക്കേണ്ട സംഗതിയല്ല. ഇരിക്കട്ടെ, കണ്ണ് സൂക്ഷിക്കണം, കാത് ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം. ആരെയും തെറ്റിദ്ധരിക്കരുത്, അഹങ്കരിക്കരുത്, അസൂയക്കാരനാകരുത്, വിദ്വേഷമുള്ളവനാകരുത്. അങ്ങനെ മനസ്സും കാതും കണ്ണും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്താതെ നമുക്ക് ആത്മീയ സംസ്കരണം ലഭിക്കൂല. അത്വയ്യിബാതു ലിത്വയ്യിബീൻ, നല്ല സംസാരമുള്ള നല്ല മനുഷ്യന്മാരാണ്. നല്ല സംസാരം നല്ലവർക്കുള്ളതാണ്. അൽ ഖബീസാതു ലിൽ ഖബീസീൻ, ചീത്ത സംസാരം ചീത്ത ജനങ്ങൾക്കുള്ളതാണ്. നമ്മൾ ആരെയും തെറി പറയരുത്, ആരെയും വിമർശിച്ച് അതേ വ്യക്തികളെ പരാമർശിച്ച് നിന്ദിച്ച് സംസാരിക്കരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയണ്ടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. നമ്മളെല്ലാ രംഗവും പടച്ചവനെ ഭയപ്പെട്ട് അവന്റെ ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടെ ആകണം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ജനങ്ങൾ പലവിധമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരങ്ങൾ പലവിധമാണ്. നല്ല ഇലയുണ്ട്, നല്ല മാങ്ങയുണ്ട്, അങ്ങനത്തെ മരം.
വേറെ ചിലത് നല്ല ഇലണ്ട്, ഒരു കായും ഉണ്ടാവില്ല, അങ്ങനത്തെ മരമുണ്ട്. വേറെ ചിലത് ഒരു പഴം ഉണ്ടാവില്ല, ഇലയും ഉണ്ടാവില്ല, നല്ല മുള്ള് മാത്രം, അങ്ങനെ ഉണ്ട്. അതുപോലെ 3 സൈസ് മനുഷ്യന്മാര്. ഒന്ന് ആഖിറത്തിലേക്കും ദുനിയാവിലേക്കും ഉപകരിക്കുന്നവർ, ഇലയും അതോടുകൂടെ പഴവുമുള്ള മരം പോലെയാണ്. വേറൊരു കൂട്ടർ ഇലണ്ട്, പഴം ഉണ്ടാവില്ല, ദുനിയാവിലേക്ക് ഉപകരിക്കുന്നവർ. മറ്റൊന്ന് കാരമുള്ള പോലെ, തൊട്ടതെല്ലാം കീറിപ്പോകും, ഒട്ടാകെ ചോര വരും, അങ്ങനെ എപ്പോഴും ശല്യം ചെയ്യുന്നവർ. ഈ 3ന്റെയും ഇടക്കാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ മനുഷ്യൻ അതാ നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കണം, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ, യുഖീമുസ്സലാ, അവർ കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കട്ടെ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, അവർക്ക് നമ്മൾ കൊടുത്തതാണ്, അവരെ സ്വത്ത് അവരേതല്ല, നമ്മൾ കൊടുത്തതാണ്. നമ്മൾ കൊടുത്ത സ്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, ഒരു ദിവസം വരാനുണ്ട് അന്ന് ബിസിനസ് ഒന്നും നടക്കൂല, സ്വർഗം പൈസയും കൊടുത്ത് വാങ്ങാനൊന്നും കഴിയൂല. വലാ ഖിലാൽ, അന്ന് ഒരു സൗഹൃദ ബന്ധവും ഉണ്ടാവില്ല, ഒരു സുഹൃത്തും ഒരു സുഹൃത്തിനെ രക്ഷപ്പെടുത്തൂല. അതുകൊണ്ട് നല്ല ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണം. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാഹ്, ഞങ്ങളെ ഈ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം. അല്ലാഹ്, എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം, എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്.